നമസ്കാരം. രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ നടുക്കിയ ദുരന്തമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന അഹമ്മദാബാദ് വിമാനാപകടം. എയർ ഇന്ത്യയുടെ ബോയിങ് 787 വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ 230 യാത്രക്കാരും 12 ജീവനക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും ദുരന്തത്തിനിരയായപ്പോൾ രമേഷ് ബിശ്വാസ് കുമാർ എന്ന ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദുരന്തത്തിലാകെ 295ഓളം പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് അവസാന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയും BJP നേതാവുമായ വിജയ് രൂപാണിയും ഉൾപ്പെട്ടിരുന്നു. ഈ വീഡിയോയ്ക്ക് ആധാരം അഹമ്മദാബാദിലെ വിമാനാപകടമോ തീഗോളത്തിൽ അമർന്നവരുടെ ദാരുണാന്ത്യമോ ഒന്നുമല്ല, മറിച്ച് ഒരു ദുരന്തമുഖത്ത് പോലും മതം ചികയുന്നവരുടെ, രാഷ്ട്രീയം ചിന്തിക്കുന്നവരുടെ മനുഷ്യത്വഹീനമായ പ്രവൃത്തികളെക്കുറിച്ചാണ്. സോഷ്യൽ മീഡിയ വഴി വിവിധ മാധ്യമങ്ങളും സ്വകാര്യ വ്യക്തികളും പോസ്റ്റ് ചെയ്ത സംഭവത്തിന് കീഴെ വന്ന കമൻറ്റുകളാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. ജീവിക്കാൻ അർഹതയില്ലാത്തവരുടെ ചെയ്തികൾ അരങ്ങേറിയത് ഇത്തരം കമൻറ്റുകളിലൂടെയാണ്. ഗുജറാത്ത് കലാപത്തിൻ്റെ തിരിച്ചടിയായാണ് ചിലർക്കെങ്കിലും ഈ ദുരന്തം. ഗുജറാത്ത് കലാപവും അഹമ്മദാബാദ് വിമാനാപകടവും ബന്ധപ്പെടുത്താനും അതിൽ ആശ്വസിക്കാനും ആനന്ദിക്കാനും ശ്രമിക്കുന്നവരാണ് അത്തരം ചിലർ. മറ്റു ചിലർക്ക് ഗുജറാത്ത് കലാപത്തിൽ പ്രതിചേർക്കപ്പെട്ടവരെ വെറുതെ വിട്ട സമയം ഗുജറാത്തിൽ മുഖ്യമന്ത്രി പദത്തിലുണ്ടായിരുന്ന വിജയ് രൂപാണി ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞതിലുള്ള സന്തോഷമായിരുന്നു. അദ്ദേഹം മരണത്തിന് അർഹനാണെന്നാണ് ചിലരുടെ കണ്ടെത്തൽ. മരണത്തിന് അർഹതയില്ലാത്ത ഇവന്മാരുടെ ഇത്തരം കണ്ടെത്തലുകൾ ഏറെയാണ്. ഒരു വിഭാഗത്തിന് ഇത് നരേന്ദ്രമോദിയുടെ തിരിച്ചടിയായി കാണാനാണ് ആഗ്രഹം. മോദിയുടെ വികസനമെന്നും മറ്റും ഘോഷിക്കപ്പെട്ട കാര്യങ്ങൾക്കുള്ള തിരിച്ചടിയായാണത്രേ അപകടമുണ്ടായത്. ചിലർക്ക് വിദേശ ജോലി തേടിപ്പോയ കാര്യം ചില പ്രത്യേക കാര്യങ്ങൾക്കായി മാത്രമേ കാണാനാകൂ. അതിലും ജാതി പൊക്കി നോക്കിയേ വിധി പറയാൻ ഇവർക്കൊക്കെ കഴിയൂ. ഇത്തരം മാനസിക രോഗികളുടെ മൂർത്തഭാവങ്ങളായി മാറുകയാണ് പലരും കമൻറ്റ് ബോക്സുകളിൽ. മരണത്തിലും ദുരന്തത്തിലും ആനന്ദം കണ്ടെത്താൻ കഴിയുന്ന സാഡിസ്റ്റുകളായി ഒരുപാട് പേരിങ്ങനെ കഴിഞ്ഞുകൂടുന്നുണ്ട്. ചില പ്രൊഫൈലുകളിൽ മനുഷ്യത്വത്തിൻ്റെ മൂർത്തികളായ പേരുകളാണ് കടം കൊണ്ടിരിക്കുന്നത്. ചിലർക്ക് ദേശസ്നേഹത്തിൻ്റെ വല്ലാത്ത ത്യാഗമുഖമാണ്. പക്ഷേ നീലക്കുറുക്കൻ്റെ ഗതിയിൽ അവർ ടൈപ്പ് ചെയ്തു വിടുന്ന വാക്കുകൾ പക്ക എക്സ്ട്രീമിസവും വെറുപ്പും ഉളവാക്കുന്നവയാണ്. വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ച് ഇത്തരം കർമ്മങ്ങൾ നിർവഹിക്കുന്നവരുടെ ധാരണ തങ്ങൾ ചെയ്യുന്നത് ആരും അറിയുന്നില്ല എന്നതാകാം. എന്നാൽ കണ്ടെത്താൻ കഴിയാത്ത സംഗതിയൊന്നുമല്ല വ്യാജ പ്രൊഫൈലുകൾ എന്ന് ഇവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. മിനിമം മര്യാദ സമൂഹത്തിനോട് കാണിച്ച് നിങ്ങൾ ഉദ്യമം തുടരുക എന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.